ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. H-1B വിസ ഫീസ് വർധനയെ ന്യായീകരിച്ച് US. പല കമ്പനികളും H-1B വിസക്കാർക്കായി അമേരിക്കക്കാരെ പിരിച്ചുവിട്ടതായും വൈറ്റ് ഹൗസ് ആരോപിച്ചു. H-1B വിസ അപേക്ഷയ്ക്കുള്ള വാർഷിക ഫീസ് $1,00,000 ഉയർത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ ന്യായീകരിച്ച് വൈറ്റ് ഹൗസ്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് വേണ്ടി അമേരിക്കക്കാർ മാറ്റി നിർത്തപ്പെടുന്നുവെന്നാണ് അമേരിക്കയുടെ വാദം. അമേരിക്കൻ കമ്പനികൾ US ജീവനക്കാരെ ഒഴിവാക്കി H-1B വിസക്കാരെ ജോലിക്കെടുത്തതിനുള്ള കണക്കുകളും വൈറ്റ് ഹൗസ് പുറത്തുവിട്ടു. കമ്പനികളുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. H-1B വിസയുടെ ദുരുപയോഗമാണ് അമേരിക്കൻ പൗരന്മാർക്കിടെ തൊഴിലില്ലായ്മയ്ക്ക് കാരണമാകുന്നതെന്നും വൈറ്റ് ഹൗസ് വിശദീകരണക്കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. US സമീപകാലത്ത് കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികളുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുടെയും ഇടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 6.1%, 7.5%. ബയോളജി, ആർട്സ്, ഹിസ്റ്ററി തുടങ്ങിയ ബിരുദധാരികൾക്കിടയിലെ തൊഴിലില്ലായ്മയെ അപേക്ഷിച്ച് ഇരട്ടിയാണെന്നും വൈറ്റ് ഹൗസ് പറയുന്നു. ഒരു കമ്പനി 2025 സാമ്പത്തിക വർഷത്തിൽ 5180 H-1B വിസകൾക്ക് അനുമതി കൊടുത്തു. അവർ ഈ കൊല്ലം ഏകദേശം 10,000-ഓളം US ജീവനക്കാരെ പിരിച്ചുവിട്ടതായും അമേരിക്ക ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പലസ്തീൻ രാഷ്ട്രം സംബന്ധിച്ച് ബ്രിട്ടൻ ഉൾപ്പെടെ 10 രാജ്യങ്ങളുടെ പ്രഖ്യാപനം നാളെ. ഹമാസ് താവളങ്ങളാണ് ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടർന്ന് ഇസ്രായേൽ. ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭാ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഓസ്ട്രേലിയ എന്നിവ അടക്കം 10 രാജ്യങ്ങൾ പലസ്തീനു രാഷ്ട്രപദവി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ഇതിനിടെ ഗാസ സിറ്റി വളഞ്ഞ് ഇസ്രായേൽ സൈന്യം തുടരുന്ന രൂക്ഷമായ ആക്രമണങ്ങളിൽ 43 പേരടക്കം ഗാസയിൽ 51 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 65,208 ഉയർന്നു. ഹമാസ് താവളങ്ങൾ ലക്ഷ്യമിട്ടെന്ന് വ്യാജേനയാണ് ഇസ്രായേൽ ആക്രമണം കനപ്പിക്കുന്നത്. 2 ആഴ്ചയ്ക്കിടെ ഗാസ സിറ്റിയിലെ ബഹുനില കെട്ടിടങ്ങളെല്ലാം ബോംബിട്ട് തകർത്തു. സൈനിക നടപടി എത്രനാൾ നീളുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഗാസ സിറ്റിയിലെ ജനസംഖ്യയുടെ പകുതിയോളം 4.5 ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്തു കഴിഞ്ഞു. ഗാസയിലെ കുട്ടികൾക്കുള്ള ഭക്ഷണവുമായി എത്തിയ യുനിസെഫിന്റെ 4 ട്രക്കുകൾ തോക്കുധാരികൾ കൊള്ളയടിച്ചതായി അധികൃതർ അറിയിച്ചു. അതിനിടെ ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഗാസ സിറ്റിയിലെ ആക്രമണം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൈബർ ആക്രമണത്തെ തുടർന്ന് യൂറോപ്പിൽ വിമാന സർവീസുകൾ താറുമാറായി. ലണ്ടൻ, ബ്രസൽസ്, ബെർലിൻ ഉൾപ്പെടെയുള്ള എയർപോർട്ടുകൾ പ്രതിസന്ധിയിൽ. നിരവധി വിമാനങ്ങൾ ഇതിനെ തുടർന്ന് റദ്ദാക്കി. സൈബർ ആക്രമണത്തെ തുടർന്ന് യൂറോപ്പിലെ വിമാനത്താവളങ്ങളിലെ പ്രവർത്തനത്തിൽ കാലതാമസം നേരിടുന്നു. പല വിമാനത്താവളങ്ങളിലും സർവീസുകൾ റദ്ദാക്കി. പലയിടത്തും കാലതാമസം നേരിടുന്നുമുണ്ട്. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വിമാന കമ്പനികളുമായി ബന്ധപ്പെടാൻ യാത്രക്കാരോട് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെക്ക് ഇൻ, ബോർഡിംഗ് സംവിധാനങ്ങൾക്കായി സേവനദാതാവിനെ ലക്ഷ്യമിട്ടുള്ള ഒരു സൈബർ ആക്രമണത്തെ തുടർന്നാണ് യൂറോപ്പിലുടനീളം ഒട്ടേറെ വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത്. വിമാന കമ്പനികൾക്ക് സേവനം നൽകുന്ന കോളിൻസ് എയ്റോസ്പേസ് സോഫ്റ്റ്വെയറിലാണ് സൈബർ ആക്രമണം ഉണ്ടായത്. യൂറോപ്പിലെ കൂടുതൽ വിമാനത്താവളങ്ങൾ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാങ്കേതിക പ്രശ്നം മൂലമുണ്ടാകുന്ന കാലതാമസത്തെക്കുറിച്ച് ഹിത്രോ മുന്നറിയിപ്പ് നൽകി. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ കാരണം എന്താണെന്ന് ഹിത്രോ, ബെർലിൻ വിമാനത്താവളങ്ങളിലെ അധികാരികൾ വ്യക്തമാക്കിയിട്ടില്ല. റഷ്യയിലെ 2ാമത്തെ വലിയ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ വിമാനത്താവളം വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് പറഞ്ഞതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ശനിയാഴ്ച സൈബർ ആക്രമണം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.